വെൽക്കം ബാക്ക് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. എൻ്റെ പേര് സിനാൻ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് മറ്റൊരു സന്തോഷമുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനലിൽ 300 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇനിയും നല്ല സന്തോഷങ്ങൾ നിങ്ങൾ തരുന്ന പ്രതീക്ഷിക്കുന്ന, അതായത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോടൊപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനലിൽ 300 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞത് പ്രമാണിച്ച് നമ്മൾ ജസ്റ്റ് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനലിലെ ലോഗോ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലോഗോ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ ലോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ചാനലിൻ്റെ ബാനറും കൂടി ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട്. അതായത് ആ ഒരു ഫോട്ടോ കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഒപ്പം നമ്മുടെ ചാനലിൻ്റെ ഇൻട്രോ ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വൈകി കാണാം. ഇതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയെ പറ്റി സംസാരിക്കാം. അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ലെൻസ് ഇല്ലാതെ എങ്ങനെയാണ് മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന നല്ല 2 മോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെർട്ട് മോഡ് അഥവാ പ്രോ മോഡ് അഥവാ മാനുവൽ മോഡ്. ഈ 3 മോഡും വരുന്ന ചില ഫോൺസ് ഇപ്പോൾ നമ്മുടെ വിപണിയിലുണ്ട്. അതായത് ഇപ്പോൾ മിക്കവാറും ഈ ഒരു ഫോൺസ് മൊബൈൽ ഫോണാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ലെൻസില്ലാതെ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ രീതി. പിന്നെ അതുപോലത്തെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഈ ഒരു 3 മോഡും ഇല്ലാത്ത മൊബൈൽ ഫോണിലാണ് അടിപൊളിയായിട്ട് ഫോട്ടോ ഇതുപോലെ മാക്രോ തരത്തിലുള്ള ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതി. ഫോട്ടോ വേഗിപ്പിക്കുന്നതിൽ നമുക്ക് ഇൻട്രോ പുതിയ ഇൻട്രോ ഒക്കെ റോൾ ചെയ്തിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചെയ്യാൻ പോകുന്ന രീതി എന്ന് പറഞ്ഞു അതായത് ഈ ഒരു 3 മോഡ്, മാനുവൽ മോഡ്, പ്രോ മോഡ്, എക്സ്പെർട്ട് മോഡ്. അപ്പോൾ ഈ 3 മോഡ് ഉപയോഗിച്ചിട്ട് ഫോട്ടോ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെല്ലാം ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ഒരു മോഡ് നമ്മുടെ ഫോൺ അതുപോലെ ഫോട്ടോ എടുക്കാനായിട്ട് റെഡി ആയിട്ട് വെക്കുക. എന്നിട്ട് അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻസിൽ ഒരുപാട് നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ലൈറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും അങ്ങനെ എക്സ്പോഷറും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാറുള്ളതും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ 2 കാര്യങ്ങളാണ്. അതായത് ഒന്ന് നമ്മുടെ സൂമിങ്. അപ്പോൾ സൂമിങ് 1.5-നും 1.9 അല്ലെങ്കിൽ 2-നും ഇടയിലുള്ള 2x-നും ഇടയിലുള്ള ഒരു സംഖ്യയായിട്ട് വെക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് മറ്റൊന്ന് വരുന്നുണ്ട്, ഫോക്കസും അതുപോലെ തന്നെ നമ്മുടെ ബ്ലറിങ്ങും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ സംഭവത്തിനാണ് പ്രധാനമായിട്ടും ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് അതിൽ ജസ്റ്റ് മാറ്റങ്ങൾ വരുത്തുന്നതിനനുസരിച്ച് നമുക്ക് ഫോട്ടോ സൂമിങ്ങും നമ്മുടെ ഫോക്കസിങ് കാര്യങ്ങളും മാറുന്നതായിട്ട് കാണാം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പറഞ്ഞാൽ എക്സ്പെർട്ട് മോഡാണ് എൻ്റെ ഫോണിൽ. അപ്പോൾ ആ ഒരു സംഭവം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഓരോ ഫോണിലും ഓരോ ഐഡിയ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി വേറൊന്നും പറഞ്ഞാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ രീതിയിലുള്ള ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അതിന് തന്നെ നമ്മൾ ജസ്റ്റ് ഇതുപോലത്തെ നല്ലൊരു സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ എക്സ്പെർട്ട് മോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതായത് ആ ഒരു മോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതായത് എക്സ്പോഷൻസും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം, അതുപോലെ തന്നെ വൈറ്റ് ബാലൻസും, പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് കാണാം അതിൻ്റെ വൈറ്റ് ബാലൻസ്, അതായത് ലൈറ്റും കാര്യമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനാണത്. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷനൊക്കെ നമുക്ക് വേണ്ട മാതിരി സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ AF എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷന് ഓരോ മോഡിലും ഓരോ തരത്തിലായിരിക്കും. അതായത് ചില ഫോണിൽ എക്സ്പെർട്ട് മോഡിലാണെങ്കിൽ ചില ഫോണിൽ മറ്റു രീതികളിലായിരിക്കാം പ്രോ മോഡ്, അതുപോലെ തന്നെ മാനുവൽ മോഡ്. ഈ 3 മോഡിലാണ് ഓരോ ഫോണിലും വരുന്നത്. അപ്പോൾ ആ ഒരു മോഡിനനുസരിച്ച് അതിൽ എഴുത്തും കാര്യങ്ങളൊക്കെ മാറായത് അതിന് കൊടുത്തുള്ള നെയിമും കാര്യങ്ങളും മാറാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്കിനി ഫോട്ടോ എടുത്ത് നോക്കാം. ഇപ്പോൾ ആ ഒരു AF എന്ന് പറഞ്ഞൊരു സംഭവം എടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നമ്മൾ ആ ഒരു സംഭവം സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ ഫോക്കസിങ് കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലറിങ്ങും കാര്യങ്ങളും കൂട്ടാനും കഴിയും. അപ്പോൾ ആ ഒരു സംഭവത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഒന്നാമത്തെ രീതിയിൽ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നത്. ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂമിങ് ആണ്. അതായത് നമ്മളൊരു 2x-നും അതുപോലെ തന്നെ 1.5x-നും ഇടയിലുള്ള ആ ഒരു സംഖ്യയിൽ ഇട്ട് വെക്കുക. ഏറ്റവും നല്ലത് 1.9 ആണ്. ആ ഒരു സംഭവത്തിൽ ആ ഒരു തരത്തിൽ നമ്മുടെ സൂമിങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാൻ കഴിയും. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു പൂവിനെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ഞാനൊരു ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം.
അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ സൂമിങ് 1.5-നും 1.9-നും അല്ലെങ്കിൽ ഒരു 2x-നും ഒക്കെ ഇടയിലിട്ട് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു AF അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ആ ഒരു സംഭവം എടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോക്കസും കാര്യങ്ങളും ജസ്റ്റ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിതുപോലെ സ്ക്രോൾ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് എന്തോ ഒരു പ്രാണിയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രാണികൾ നമ്മളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് കാണിക്കണം. അപ്പോൾ ജസ്റ്റ് അതിനൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് മറ്റൊരു പ്രാണിയും കൂടി നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോട്ടോ അഡ്ജസ്റ്റ് ആയിട്ട് റെഡി ആയിട്ട് ഫോക്കസ് ആയി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൂമിങ്ങിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോണ് ഒന്നിച്ച് അടുപ്പിച്ച് പിടിച്ചു അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് അടുത്തേക്ക് പിടിച്ചു അല്ലെങ്കിൽ കുറച്ച് വിട്ടു പിടിച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഫോട്ടോ ഒക്കെ ജസ്റ്റ് ഇതുപോലെ എടുത്ത് നോക്കുക. ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ബൊക്കെ എഫക്റ്റുള്ള ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ ഒരു മഴത്തുള്ളി അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ ഡ്രോപ്പ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബൊക്കെ എഫക്റ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ബൊക്കെ എഫക്റ്റിലൊക്കെ ഫോട്ടോസ് എടുക്കാനായിട്ട് കഴിയും. സംഭവം നല്ല അടിപൊളിയായിട്ട്, അതായത് നല്ലൊരു ചാൻസാണ് നമുക്ക് ഇതുപോലെ ഫോട്ടോ എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഫോട്ടോസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു മാനുവൽ മോഡ് അഥവാ പ്രോ മോഡ്, എക്സ്പോർട്ട് മോഡ്, ഈ ഒരു 3 ഓപ്ഷനിലുള്ള ഫോട്ടോസാണ് ഇപ്പോൾ എടുത്ത് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു 3 മോഡും വരാത്ത ഫോണുകളിൽ എങ്ങനെയാണ് ഇതുപോലത്തെ ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു സംഭവം ജസ്റ്റ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു മോഡ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പം നമ്മളെ മറ്റേ രീതി വെച്ചുള്ള ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഈ ഒരു 3 മോഡും ഇല്ലാത്ത ഫോണിൽ എങ്ങനെയാണ് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ ഇരിക്കുന്നത്. അതായത് എങ്ങനെയാണ് ലെൻസ് ഉപയോഗിക്കാതെ മാക്രോ ഫോട്ടോഗ്രാഫി ഈ 3 രീതികൾ ഇല്ലാതെ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇത്തരത്തിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ സൂമിംഗ് ആണ്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ സൂമിംഗ് ആണ് ഇതിലും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സൂമിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5-നും 1.9-നോ അല്ലെങ്കിൽ 2x-നോ ഇടയിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള മൊബൈൽ ഫോണുകളിൽ ഫോട്ടോസ് എടുക്കാൻ കഴിയും. പക്ഷേ മറ്റേ സംഭവത്തിൻ്റെ, അതായത് മാക്രോ ലെൻസ് ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ആ ഒരു തരത്തിലേക്ക് എത്തില്ലെങ്കിലും ജസ്റ്റ് നമുക്ക് നമ്മുടെ ഒരു ഹൈഡൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ജസ്റ്റ് ഇനി നമുക്ക് ആ ഒരു ഫോട്ടോ എടുക്കുന്ന വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മോഡ് ഉപയോഗിച്ചിട്ട്, അതായത് ഈ ഒരു 3 മോഡുകളും ഇല്ലാത്ത ഫോണിൽ ജസ്റ്റ് ക്യാമറ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫോട്ടോ മാത്രം എടുക്കാനായിട്ട് പറ്റുന്ന മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് ഇതുപോലത്തെ ഫോട്ടോസ് എടുക്കുക എന്നുള്ളത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ജസ്റ്റ് ഇതുപോലെ നമ്മുടെ ഫോൺ ക്യാമറ ഓപ്പൺ ആക്കുക. എന്നിട്ട് അതിൽ എന്താകണം, ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നമ്മൾ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അതിൻ്റെ സൂമിംഗ് ആണ്. അപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5-നും അതുപോലെ തന്നെ 2x-നും ഇടയിലുള്ള ഒരു സംഖ്യയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലൊരു മോഡ്, അതായത് ഏറ്റവും നല്ലൊരു ഫോക്കസ് ദൂരം അഥവാ ഒരു സൂമിങ് ദൂരം എനിക്ക് തോന്നിയിട്ടുള്ളത് 1.5-ഉം അതുപോലെ തന്നെ 1.9-ആണ്. അപ്പോൾ ഒരു 2 ഫോക്കസ് ഏരിയയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സൂമിങ് ഏരിയയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ അടിപൊളിയായിട്ട് എടുക്കാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു സംഭവത്തെ പോലും ആ ഒരു 1.9-ലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നല്ല അടിപൊളി രാവിലെയൊക്കെയാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് മോർണിംഗിലേക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല അടിപൊളി പച്ചപ്പുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി നമുക്ക് ഇതുപോലെ ഫോട്ടോസ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചത് എന്തൊരു പ്രാണി ഇവിടെ ഉണ്ട്. അപ്പോൾ ആ പ്രാണിയെ നമ്മൾ ജസ്റ്റ് ഇതാക്കണം, ഇതുപോലെ സൂമിൻ ചെയ്ത് കണ്ട് ആ ഒരു 1.9-ലേക്ക് ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സൈഡിൽ നിന്നൊക്കെ എടുക്കാൻ നല്ല വ്യൂ കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവത്തൊക്കെ നമുക്ക് നല്ല ഒന്നും കൂടി അടിപൊളിയായിട്ട് ജസ്റ്റ് ഒന്നുകൂടി അടുത്തൊക്കെ പോയിട്ട് എടുക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസിങ് നല്ല അടിപൊളിയായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ വേറെ ഒന്നും പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല. നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഒപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇനി വേറെ ഒന്നും പറയാനില്ല, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒപ്പം നമ്മുടെ 300 സബ്സ്ക്രൈബേഴ്സ് ആയി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നത്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മിസ്സിങ് അങ്കിയാറ്റ്.